കോഴിക്കോടുകാരുടെ അന്വേഷണം പറയാൻ 2 പേര് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അനശ്വര രാജൻ. തെലുങ്ക് സിനിമയിൽ ഇപ്പൊ തിരക്കാണ്, ഹൈദരാബാദിൽ ഷൂട്ടിലാണ്, അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം അനശ്വര അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മുജീബ്, ഈ സിനിമയുടെ സംഗീത സംവിധായകൻ, കിഷ്കിന്റെ കാണ്ഡം എന്ന് പറഞ്ഞ എന്റെ ഇതിന് മുന്നത്തെ സിനിമയും അദ്ദേഹം തന്നെയായിരുന്നു മ്യൂസിക്. അപ്പൊ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരുടെ 2 പേരുടെ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു. ഇനി എന്താണ് മനോജേട്ടൻ പോവാൻ പറഞ്ഞേ? പാട്ടിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആസിഫക്കാരുടെ ഫാൻസ് അടുത്ത സിനിമ വരുന്ന ജിത്തു ജോസഫിന്റെ പടമാണ് എന്നുകൂടി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇനി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേയായിട്ട് മനോജേട്ടന്റെ പാട്ട് വേണ്ടേ? ഏത് പാട്ടാണ് പുള്ളിനെ കൊണ്ട് നമ്മൾ പാടിക്കുക? എന്റെ ഒരു ഫേവറേറ്റ് ഉണ്ട്, ചോദിച്ചേട്ടൻ ഇടിക്കരുത്. അന്തിക്കടപ്പുറത്ത് ഞാൻ പാടും, എല്ലാവരും പാടും, നമ്മളെല്ലാവരും കൂടെ പാടിയിരിക്കും. ഒരു കൈഡി അന്തിക്കടപ്പുറം അല്ലെങ്കിൽ കൂട്ടണ താളത്തുമ്പികളായി വിളിക്കും പറയ ചെണ്ടകളറിത്തരികട മേളമടിച്ചു മുഴക്കുണ്ട് സാഗരമെന്ന കടക്കുമടപ്പുറമാകത്തരികട ഞാനും കണ്ടേ ഞാനും കേട്ടേ അവളവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ വിനാവിലൊരമ്പിളി വെള്ളമിറങ്ങിയൊരുങ്ങിയിറങ്ങിയറമ്പടി കൂടാനത്തിന് പാടം ഭാരത്തോടികൾ ഒഴുകി കൊള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു നാളത്തരികട വിമൃതത്തെ കുറകളിൽ ഇന്നൊരു തൊടുകുടി വേളക്കായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളുടെ ഇളകിടങ്ങി തൊടലുകൊഴുകി അത്തിമരത്തിൻ കീഴെ തറകരപ്പോ സിറ്റരി നല്ലത് പാടി തണ്ടട് മലകട് പറകട് പടപട് പൊടികളിൽ അലിയുടെ തകലടി മുറുകി തണ്ടട് മലകട് പറകട് പടപട് പൊടികളിൽ അലിയുടെ തകലടി മുറുകി തകിടതി മുല്ലത്തൈ ആകിടതി മുല്ലത്തൈ എനികിടതി മുല്ലത്തൈ. ഇത്തരം ആഘോഷങ്ങളിൽ ഇതിനപ്പുറത്തൊരു പാട്ടില്ല. വെരി സോറി, അതുകൊണ്ട് പാടിപ്പോയതാണ്. ഇപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് ഭരതേട്ടനും ജോൺസേട്ടനും കൈതപ്പുറം ഒക്കെ എനിക്ക് തന്നിട്ട് പോയ പാട്ടാണ്. ഇവിടെ മുരളിച്ചേട്ടനെ ഓർക്കുന്നു. അങ്ങനെ ആസി പോരെ, ആസിയുടെ ഇഷ്ടമായിരുന്നു കേട്ടത്. ആസിയോട് പറഞ്ഞത് അന്തിക്കടപ്പുറത്ത് ചേട്ടാ, അന്തിക്കടപ്പുറത്ത്. കോഴിക്കോടുകാർക്ക് ആഘോഷിക്കാൻ ഇത്ര എനർജി മിനിമം വേണമല്ലേ? എവിടെ അപ്പോ ഈ സമയത്ത് ഞാൻ 1-2 കാര്യങ്ങളൂടി പറഞ്ഞോട്ടെ. ആസിഫക്കയുടെ പടം വരച്ച് ആസിഫക്കയുടെ സ്നേഹം കൊടുക്കാനായിട്ട് 2-3 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് അവരൊന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾ ഓടി വന്നോ ചാടി വന്നോ വളരെ പെട്ടെന്ന് വന്നോ. ലെറ്റ് മീ ഇൻവൈറ്റ് അമൻ അലി ഓൺ സ്റ്റേജ്. അമൻ അലിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ അമൻ അലി കാല് കൊണ്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട അമനലിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ഒരു അസാധ്യ കൈഡി, ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് അമനലിയെ നമുക്ക് വെൽക്കം ചെയ്യാം. ഈ സ്നേഹ സമ്മാനം ഒരു ഗംഭീര ചിത്രമാണ് സമ്മാനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ എല്ലാവിധ ബ്ലസ്സിങ്സും മോനെ, എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്. രേഖാചിത്രം എൻറ്റാ ക്രൂവിന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒരു കൈഡി കൊടുത്ത് എല്ലാവരും ചേർന്നോളൂ ഒരുമിച്ച് അമൻ അലിക്ക് വേണ്ടി. എവരിബഡി താങ്ക് യു. നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അക്ഷയ് ഓൺ സ്റ്റേജ്. അക്ഷയെ ഞാൻ ക്ഷണിക്കുന്ന കൂടെ തന്നെ അദ്നാനെ കൂടി ക്ഷണിക്കുകയാണ്. അക്ഷയ് ആൻഡ് അദ്നാൻ. സൽമാൻ കൂടി ഓടി വന്നോ, ആസിഫ് ഖാൻ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. സൽമാൻ കൂടി ഓടി വന്നോ. ഓക്കെ, അപ്പൊ ഞാൻ അക്ഷയെയും അതുപോലെ തന്നെ അദ്നാനെയും കൂടി ക്ഷണിക്കുകയാണ്. ഈ സ്നേഹം കൈമാറുന്നതിന് വേണ്ടി, ഈ സ്നേഹം അങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആസിഫക്കയ്ക്ക് വേണ്ടി. ഓൾറൈറ്റ്, ഒരു ഗംഭീര ചിത്രം സമ്മാനിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആസിഫക്കയ്ക്ക് വേണ്ടി. സുറുഗ്രൻ കൈഡി എവരിബഡി. ഇനി ഞാൻ സൽമാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് ഒരാൾ എത്തിയിരിക്കണം. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയിട്ട് ഏത് സിനിമയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
റൈറ്റ് ഇടം എടുക്കാം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ആയിട്ട് സൽമാൻ എത്തിയപ്പോ സൽമാൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ കൊടുത്താൽ പോരാ, ഈ ഗിഫ്റ്റ് ആസിഫക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണമെന്നുള്ള. അപ്പോ സൽമാൻ കൺഗ്രാറ്റുലേഷൻ, സൽമാൻ ഹാപ്പി ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ റൈറ്റ്, ഇനി ഇതൊക്കെ സമ്മാനങ്ങളാണ് കൊടുക്കാൻ, ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് കൊടുത്തോ, വളരെ പെട്ടെന്ന്. ആ ഒരു ഗംഭീര കൈഡി എവരിബഡി, വളരെ പെട്ടെന്ന്. യെസ്, ഇനി നമുക്ക് 50 കോടി സെലിബ്രേഷന്റെ ഭാഗമായിക്കൊണ്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഒരു നറുക്കെടുപ്പിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ യെസ്, വി ആർ മൂവിംഗ് ഓൺ ടു ദി കേക്ക് കട്ടിംഗ് സെറമണി. നമ്മുടെ കേക്ക് എവിടെയാണ്? കേക്ക് ഒന്ന് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ കേക്ക് കട്ടിംഗ്. യെസ്, കേക്ക് കട്ടിംഗ് നമുക്ക് എനിക്കൊന്ന് ഈ നറുക്കെടുപ്പിന് ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നറുക്കെടുപ്പിലേക്ക് പോകാം അല്ലെ. 4 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ പലാംസി സിനിമാസ് എന്ന് പറയുന്നത്, മനോജേട്ടാ, പലാംസി സിനിമാസ് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് 1 വർഷം പിന്നീടാണ്. ഒരു എപ്പിക് തിയേറ്ററാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഈ സിനിമയുടെ ഒരു സെലിബ്രേഷൻ 3-ാം വാരത്തിൽ ഇപ്പോഴും 200ഓളം തിയേറ്ററുകളിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരാഴ്ച കഴിയുമ്പോൾ തിയേറ്ററിൽ ആൾ കയറാത്ത സമയത്ത് 3-ാമത്തെ ആഴ്ചയിലും ഇന്നും ആളുകൾ നന്നായി കയറിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ സിറ്റീസിലും ഗ്രാമങ്ങളിലും നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വിജയത്തിൽ കോഴിക്കോട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഈ മനോഹരമായിട്ടുള്ള സിനിമ നമുക്ക് സമ്മാനിച്ചതിന്, ഈ ഒരു ത്രില്ലർ നമുക്ക് സമ്മാനിച്ചതിന്. സോ ഇനി നമ്മളുടെ പ്രിയപ്പെട്ട താരം, പക്ഷെ സിനിമയിൽ തന്നെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ എനിക്ക് പോലും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ പ്രിയപ്പെട്ട താരം ഉണ്ണിലാലു ആണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, നിങ്ങളിലേക്ക്. ഹലോ കോഴിക്കോട്, ഹലോ. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. എൻ്റെ നാട്ടില്, എൻ്റെ കോഴിക്കോട്ടുകാരുടെ മുമ്പിൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും പടം കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? അപ്പൊ ഞാൻ ചെയ്തത് നമ്മുടെ മനോജ് ചേട്ടൻ്റെ ചെറുപ്പകാലായ ജൂനിയർ വക്കച്ചനാണ്. ഈ പറഞ്ഞ പോലെ താടി പഠിച്ചുകൊണ്ട് കുറേ പേർക്ക് എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ടും. ഞങ്ങൾ തിയേറ്റേഴ്സിലൊക്കെ പോയിട്ട് എല്ലായിടത്തും അസിക പറഞ്ഞ പോലെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഇതിനു മുമ്പ് ഉണ്ണി ഇവിടെ വന്നിട്ടുള്ളത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതെ, ആദ്യമായിട്ടാണ് ഉണ്ണി ഇവിടെ സ്റ്റേജിൽ വരുന്നത്. അപ്പൊ ഒരു വലിയ കൈയടി ഉണ്ണിലാലിന് കൊടുക്കില്ലേ? കോഴിക്കോടുകാരുടെ സ്നേഹം ഒന്ന് കാണണ്ടേ? ഒരു വലിയ കൈയടി ഒന്നും കൂടെ പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഉണ്ണിലാൽ. ഒരു വലിയ തുടക്കമാവട്ടെ. ഒരുപാട് നിറയെ സിനിമകളുണ്ട്, സമ്പന്നമാവട്ടെ, ഈ വർഷം അടിപൊളിയാവട്ടെ. സോ ഇനി ഒരു യൂത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ചോട്ടെ. ആസിഫിക്ക് ഒറ്റ ചോദ്യം, അത് നിഷാന്ത് സാഗർ ആണോ എന്ന് ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ് ഞാൻ ഈ യൂത്തനെ കയ്യിൽ കൊടുത്ത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ മന്തി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പോലും മനസ്സിലായില്ല കണ്ടിട്ട്. അതിപ്പോ ഒരു പടം ചെയ്യണ്ടായിരുന്നു, അപ്പൊ ഒരു അപ്പിയറൻസ് ആണ്. അതെ, സത്യം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ എൻ്റെ 9ഉം 10ഉം പ്രീ ഡിഗ്രിയും കേട്ടോ ഇവിടെ ആയിരുന്നു, എന്താ പറയുക, കോഴിക്കോടായിരുന്നു, ഗുരുവായൂരപ്പൻ കോളേജ്. അതെ, ഗുരുവായൂരപ്പൻ കോളേജിൽ ഇവിടെ ഗണപത് ബോയ്സിലൊക്കെ. സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഉണ്ടായിരുന്ന ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കയറി വരുന്നു. ഇതിൽ ഏറ്റവും രസമുള്ളൊരു കോൺഫിഡൻസ് എന്താ അറിയോ, മനോട്ടോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാത്രി വെറുതെ പഠിക്കുന്ന സമയത്ത്, ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കും, മനോജേട്ടൻ്റെ സ്വപ്നം കണ്ടു. ഇതിന്റെ തൊട്ട് പിറ്റേ ദിവസം എന്താ പറയാ, കണ്ണൂർ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ വരാനിടയായി. അവിടെ വെച്ചൊരു സംവിധായകൻ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനോജേട്ടന്റെ സ്വപ്നം കാണുക, അടുത്തുള്ള ലൊക്കേഷനിലേക്ക് പോവുക. അതേ മനോജേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു പടത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആസിഫിനെ എല്ലാവരും വെയിറ്റ് ചെയ്തതോടൊപ്പം ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ ഫീല് മനസ്സിലായിട്ട് അവസാനം വരുന്നു. അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കൈയുടെയും പരിപാടിയും എൻജോയ് ചെയ്യായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും അതെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മേഘ തോമസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു കിടിലൻ റോളാണോ ഈ സിനിമയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. പണം കണ്ട ആൾക്കാരെ കൈയടി പോരട്ടെ. തികച്ചും അസാധ്യം എന്ന് പറയാവുന്ന അതുമാതിരിയുള്ള
കാഴ്ചവെച്ചിട്ടുള്ള സിനിമയിൽ നമുക്ക് പറയേണ്ടി വരും. സംസാരിച്ചോളൂ കോഴിക്കോടുകാരോട്. ഹലോ കോഴിക്കോട്. ഏറ്റവും കോഴിക്കോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ആർട്ട് ആൻഡ് കൾച്ചർ, ലിറ്ററേച്ചർ എല്ലാത്തിനെയും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഞാൻ ചെയ്ത സിനിമ രേഖാചിത്രത്തിൻ്റെ സക്സസ് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും രേഖാചിത്രം കണ്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ പ്ലീസ് സിനിമ കാണാം. താങ്ക് യു. So thank you so much. ഇനി നമ്മുടെ മറ്റൊരു ആക്ട്രസിനെ ഞാൻ invite ചെയ്യാണ്. Let me invite Bhama to speak some words. ഇനി ഭാമയാണ് സംസാരിക്കുന്നത്. ഒരു കൈയടി കാലിക്കറ്റിനും അങ്ങനെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ആണ്. പിന്നെ എങ്ങനെ ഇത് വെച്ച് കൈയടിക്കും? ഹലോ കോഴിക്കോട്. എന്തെല്ലാം സുഖല്ലേ? എല്ലാവരും പടം കണ്ടു എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്ത തിയേറ്ററിൽ പോയി പടം കാണുക. അപ്പൊ നമ്മുടെ അടുത്ത പ്രമോഷൻ വീണ്ടും കോഴിക്കോട് വരും അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു അഗൈൻ കാലിക്കറ്റ് ഫോർ ദ ലവ്. അപ്പൊ ഇനി ഞാൻ ഏറെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ സ്ക്രീൻ പ്ലേ ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള ജോൺ മസിക്കൽ ആൻഡ് രാമു സുനിൽ രണ്ടുപേരും ഞാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ബിക്കോസ് നിങ്ങളെ കാണാനായിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങാൻ പറ്റും. ബിക്കോസ് അത്ര മാത്രമാണ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒട്ടും ലാഗില്ലാത്ത ഒരു തകർപ്പൻ സ്ക്രീൻ പ്ലേ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സോ രണ്ടുപേരെ ഒരു അസാധ്യ കൈഡി കൊടുത്തോണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം. രണ്ടുപേരും സംസാരിച്ചോളൂ. നമസ്കാരം. ഞാനിവിടെ ആക്ച്വലി കല്ലായിലാണ് താമസം. ഇവിടെ ഹൈലൈറ്റ് സിനിമാസിലാണ് ഇവിടെ സിനിമ കാണാൻ വരാറുള്ളത് എപ്പോഴും. അപ്പം ഇവിടെ വെച്ച് തന്നെ ഈ ആഘോഷം സംഘടിപ്പിച്ചതിൽ അത്രയധികം സന്തോഷം. എന്താ പറയാ, എല്ലാവർക്കും നന്ദി തോന്നുന്നറിയാം.